പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 23 പ്രധാന വാർത്തകൾ. മസ്കത്തിലെ കോട്ടക്കൽ നിവാസികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഇഫ്താർ റുസൈൽ പാർക്കിൽ സംഘടിപ്പിച്ചു. കുടുംബങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു. ടി പി മജീദ്, കെ ഒ സമീർ, സി വി നാസർ, സഫ്വാൻ കോട്ടക്കൽ, കെ ഒ ഫസൽ, സി പി മുഹമ്മദ്, കെ പി ജാസിം, സത്താർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യം പൂശിയും പെരുന്നാൾ ദിനം പള്ളിയിലേക്ക് പോകുക എന്ന ശീലം ആഘോഷവേളയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചര്യകളാണ്. പുതിയ തലമുറ മണമുള്ള പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ പഴയ ആളുകൾ അത്തറും ഊതും കൊണ്ട് സുഗന്ധം തീർക്കുന്നു. പെരുന്നാൾ ആഗതമാകുമ്പോൾ അത്തർ, പെർഫ്യൂം, ബഖൂർ വിൽക്കുന്ന കടകളിൽ കച്ചവടം പൊടിപൊടിക്കും. പാരമ്പര്യ സൂക്കുകളിൽ ഒമാനികളുടെ സുഗന്ധം വിൽക്കുന്ന കടകൾ കാണാൻ കഴിയും. റോഡിലും സൂക്കിലും ഇതുപോലുള്ള കച്ചവടങ്ങൾ ധാരാളമുണ്ടാകും. വീടുകളും പരിസരവും പുകയ്ക്കുന്ന കുടം പോലുള്ളവയും പുകയ്ക്കാനുള്ള മറ്റു ഉപകരണങ്ങളും വിൽപ്പനയ്ക്കുണ്ടാവും. മജുമർ പുകച്ചുകൊണ്ടാണ് വീടും പരിസരവും സുഗന്ധം തീർക്കുക. ലുബാൻ അഥവാ കുന്തിരിക്കം, ബഖൂർ മുതലായവയാണ് ഇവിടെ വിൽപ്പനയ്ക്കുണ്ടാകുക. ബഹൂറിൽ റൊയ്സൂത്ത്, മക്ക, അംവാദ്, സുൽത്താൻ, ദിവാനി, ഹയാത്തി എന്നിവയ്ക്കാണ് ഡിമാൻഡ് ഏറെ. പെരുന്നാൾ ദിനത്തിൽ ശരീരത്തിൽ സുഗന്ധം പൂശുന്നത് പോലെ തന്നെയാണ് വീടുകളിലും സ്ഥാപനത്തിലും ഓഫീസുകളിലും സുഗന്ധം പുകയ്ക്കുക എന്നത് ഒമാനികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചര്യകളിലൊന്നാണ്. ചെറിയ പെരുന്നാൾ ആഘോഷം കെങ്കേമമാക്കാൻ രാജ്യത്തെ മുഴുവൻ വിലായത്തുകളിലും ഈദ് ഹബ്ത മാർക്കറ്റുകൾ ആരംഭിക്കുന്നു. കന്നുകാലികളടക്കം പെരുന്നാളിന് ജനങ്ങൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ലഭിക്കുന്ന തുറന്ന ചന്തയാണ് ഈദ് ഹബ്ത. റമസാൻ 24-നാണ് ആദ്യ ഹബ്ത ആരംഭിക്കുക. സൂര്യോദയം മുതൽ രാവിലെ 11 വരെയും ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെയുമായിരിക്കും ഹബ്തയുണ്ടാകുക. അതിരാവിലെ മുതൽ ഈദ് ഹബ്തയിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുക. ഹബ്ത നടക്കുന്ന വിലായത്തിൽ നിന്ന് മാത്രമല്ല അയൽ വിലായത്തുകളിൽ നിന്നും ജനങ്ങളെത്തും. കന്നുകാലികളെയും മറ്റും വളർത്തുന്നവർക്ക് നല്ല വിലയ്ക്ക് ഉരുക്കളെ വിൽക്കാനുള്ള അവസരം കൂടിയാണിത്. റമസാൻ അവസാന 10ലേക്ക് കടന്നപ്പോഴും കച്ചവടത്തിന് ഉണർവില്ലാതെ മത്ര സൂഖ്. സാധാരണ നിലയിൽ റമസാൻ പകുതിയോടുകൂടി കച്ചവട കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുകയാണ് പതിവെങ്കിലും ഇത്തവണയും വളരെ നിർജീവാവസ്ഥയിലാണെന്ന് സൂക്കിലെ വ്യാപാരികൾ പറയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. റമസാൻ പകുതിയോടടുത്ത ദിവസങ്ങളിൽ ഖറൻ ഖാഷൂഹ് പ്രമാണിച്ച് ചെറിയ തിരക്ക് സൂക്കിൽ അനുഭവപ്പെട്ടിരുന്നു. തുടർന്നിങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉപഭോക്താക്കൾ തീരെ കുറഞ്ഞു. മാസത്തിന്റെ ആദ്യത്തിൽ ശമ്പളം ലഭിക്കുന്ന ദിനങ്ങളിൽ കൂടുതൽ കച്ചവടം പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നുവെന്നും വലിയ തോതിൽ ഉപഭോക്താക്കൾ എത്തിയില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. പകൽ സമയങ്ങളിൽ പൊതുവെ ആളുകൾ കുറയുമെങ്കിലും മുൻകാലങ്ങളിൽ രാത്രി സമയങ്ങളിൽ ലഭിച്ചിരുന്ന കച്ചവടമാണ് മത്രാസൂക്കിലെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇഫ്താറിന് ശേഷമുള്ള സമയങ്ങളിലും എത്തുന്നത് എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ്. ഇവരിൽ തന്നെയും സാധനങ്ങൾ വാങ്ങുന്നവരും കുറവാണ്. മേഖലയിലെ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും സംയുക്തമായി പരിശോധന ആരംഭിച്ചു. ആദ്യഘട്ട പരിശോധനയിൽ തന്നെ 271 നിയമലംഘനങ്ങൾ കണ്ടെത്തി. 459 ഫീൽഡ് സന്ദർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. മേഖലയിലെ നീതിയുക്തവും നിയമപരവുമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വിനോദസഞ്ചാര മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിന് ഇത്തരം പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയങ്ങൾ അറിയിച്ചു. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ഒമാനിലെ പ്രവാസികളായ ഫുട്ബോൾ പ്രേമികളും കളിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ബോധവൽക്കരണം പരിപാടി സംഘടിപ്പിച്ചു. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഫുട്ബോൾ എന്ന ശീർഷകത്തിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഗുബ്ര ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് അരങ്ങേറിയത്. നിയാസ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ കളിക്കാരും ഒഫീഷ്യൽസും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഗൗരവതരമായ കായിക ഇടപെടലുകളിൽ നിന്നും അകന്നു നിൽക്കുന്നതും തന്നിലേക്ക് തന്നെ ഒതുങ്ങി കൂടുന്നതുമാണ് ലഹരി പോലുള്ള ദുശ്ശീലത്തിലേക്ക് കുട്ടികൾ അടുക്കുന്നതെന്നും ആദ്യം വെറുമൊരു രസത്തിന് ഉപയോഗിക്കുന്ന ലഹരി പിന്നീട് അതിന് അടിമപ്പെടുന്ന ദുരന്തത്തിലേക്കും എത്തുന്നതെന്നും ഫുട്ബോൾ പോലുള്ള ലഹരി ഒരിക്കൽ രുചിച്ചാൽ പിന്നെ അതായിരിക്കും ജീവിതത്തിലെ വലിയ സമ്പാദ്യമെന്നും നിയാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു. 4 ടീമുകൾ റൗണ്ട് റോബിൻ ലീഗ് അടിസ്ഥാനത്തിൽ മത്സരിച്ച ടൂർണമെന്റിൽ സ്റ്റോറി ഹൗസ് ജേതാക്കളായി.
ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഈ മാസം 25-ന് കുവൈത്തിനെ നേരിടും. മത്സരത്തിനായി ചെമ്പട കുവൈത്തിലെത്തി. പരിശീലകൻ റഷീദ് ജാബിറിന്റെ നേതൃത്വത്തിൽ ടീം കുവൈത്ത് സിറ്റിയിൽ മത്സരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ദക്ഷിണ കൊറിയയ്ക്കെതിരെ നടന്ന മത്സരത്തിന് ശേഷമാണ് ടീം കുവൈത്തിലെത്തിയത്. ചൊവ്വാഴ്ച ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 10:15-നാണ് മത്സരം. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നേറ്റം നടത്തി സുൽത്താനേറ്റ്. 2025-ലെ ലോക സന്തോഷ സൂചികയിൽ ഒമാൻ 52-ാം സ്ഥാനത്തെത്തി. 10-ൽ 6 പോയിന്റാണ് ഒമാൻ സ്വന്തമാക്കിയത്. ജപ്പാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ പിന്തള്ളിയാണ് ഒമാന്റെ ഈ നേട്ടം. അയൽ രാജ്യങ്ങളായ UAE 21-ാം സ്ഥാനത്തും കുവൈത്ത് 30-ാം സ്ഥാനത്തും സൗദി അറേബ്യ 32-ാം സ്ഥാനത്തും ബഹ്റൈൻ 59-ാം സ്ഥാനത്തുമാണുള്ളത്. തുടർച്ചയായ 8-ാം വർഷവും ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളും ആദ്യ 10-ൽ ഇടം നേടി. UN സ്പോൺസർ ചെയ്യുന്ന ലോക സന്തോഷ റിപ്പോർട്ട് ആളോഹരി GDP, ആരോഗ്യകരമായ ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, സാമൂഹിക പിന്തുണ, ഔദാര്യം, അഴിമതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി 147 രാജ്യങ്ങളെ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഏറ്റവും കുറവ് മലിനീകരണമുള്ള അറബ് രാജ്യമായും ഒമാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒമാനിലെ മലപ്പുറം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗുബ്ര ഫുട്ബോൾ ഗ്രൗണ്ടിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. 700ഓളം പേർ ഇഫ്താറിൽ പങ്കെടുത്തു. മലപ്പുറം നിലമ്പൂർ സ്വദേശിയും കേരള പ്രവാസി ക്ഷേമനിധി ഡയറക്ടറുമായ വിൽസൺ ജോർജ് മുഖ്യാതിഥിയായിരുന്നു. അൽസലാമ പോളിക്ലിനിക് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് ദേവർതൊടി, ജയശങ്കർ കൃഷ്ണാമൃതം, നിഷ പ്രഭാകർ, PMSS തുടങ്ങിയവർ അതിഥികളായിരുന്നു. ഒമാനിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്ന UAE-യിലെ വാഹന ഉടമകൾക്ക് UAE പാസ് ഉപയോഗിച്ച് ഓറഞ്ച് കാർഡ് തൽക്ഷണം ലഭ്യമാക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ച് ഇൻഷുറൻസ് സേവനദാതാക്കളായ GIG ഗൾഫ്. ഒമാനിലേക്ക് യാത്ര ചെയ്യുന്ന UAE-യിലെ വാഹന ഉടമകൾക്ക് നിർബന്ധിതമായ കാർ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റാണ് ഓറഞ്ച് കാർഡ്. നിലവിൽ IG കാർ പോർട്ടലിൽ ഓറഞ്ച് കാർഡ് ലഭ്യമാണ്. എന്നാൽ ഇനി മുതൽ UAE പാസിൽ ലോഗിൻ ചെയ്തും ഇൻഷുറൻസ് കാർഡ് തൽക്ഷണം ലഭ്യമാക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നേരിട്ടുള്ള അപേക്ഷാ സമർപ്പണവും കാലതാമസവും ഒഴിവാക്കി ഡിജിറ്റലായി ഇൻഷുറൻസ് സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.